പിന്നാലെ CPIM-ന് വേണ്ടി പ്രമോഷൻ നടത്തുന്ന ചാനലുകൾ തകർച്ചയിലേക്ക് കടക്കുകയാണ്. വാർത്തകളെ വളച്ചൊടിച്ചും പുഴുക്കുത്തുകളെ തിരികെ കയറ്റിയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്ഥിരം കണ്ണിൽ കരടായി എളുപ്പത്തിൽ മാറിയ റിപ്പോർട്ടർ ചാനൽ പതനത്തിലേക്ക് കടക്കുന്നു. ബാർക്ക് തട്ടിപ്പൊന്നും ഞങ്ങളുടെ രോമത്തിൽ പോലും ഏശിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അതിനും ഭീകരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ചാനൽ കടന്നു പോകുന്നത്. ഒരു കാലത്ത് വലിയ ഹൈപ്പിൽ തുടങ്ങിയ റിപ്പോർട്ടർ ടിവിയിൽ പ്രധാന മുഖങ്ങളായിരുന്നു ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറും സുജയ പാർവതി നികേഷ് കുമാറും ഒക്കെ. അവരുടെ മീറ്റ് ദി എഡിറ്റേഴ്സ് ഒക്കെ ഒരു പരിധിവരെ കാണികളെ ഹരം കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യം നികേഷ് കുമാർ പടിയിറങ്ങി, പിന്നാലെ ഉണ്ണി ബാലകൃഷ്ണനും ബൈ ബൈ പറഞ്ഞു. ഇപ്പോൾ അതാ സുജയും പടിയിറങ്ങുന്നതോടെ റിപ്പോർട്ടർ വട്ടപൂജ്യത്തിലേക്ക്. പൊന്നുവിലയ്ക്കാണ് ന്യൂസ് ഡെസ്കിലേക്കൊക്കെ റിപ്പോർട്ടർ ആളുകൾ എടുക്കുന്നത്. എരിചട്ടിയിൽ നിന്നും വറചട്ടിയിലേക്ക് വീഴുന്നത് പോലെ ബ്രേക്കിങ്ങുകൾ കൊടുക്കാൻ തൊഴിലാളികളുടെ മേൽ കൊടുക്കാവുന്ന സമ്മർദ്ദം മുഴുവൻ ആ ചാനലിൽ നിന്നും കിട്ടി പ്രതിദിനം കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇപ്പോഴുള്ള സുജയുടെ ഈ പോക്ക് അത് റിപ്പോർട്ടർ ചാനലിന് മാത്രമല്ല CPIM-നും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം സുജയ ചെന്ന് കയറാൻ ഒരുങ്ങുന്നത് കോൺഗ്രസ് അനുകൂല ചാനലായ ബിഗ് ടിവിയിലേക്കാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ചാനൽ എന്ന് വിശേഷിപ്പിക്കുന്ന ബിഗ് ടിവിയിലേക്ക് ലക്ഷ്മി പത്മയ്ക്ക് പിന്നാലെ സുജയ പാർവതി കൂടി എത്തുന്നതോടെ കളി മാറി. ന്യൂസ് 24 മലയാളത്തിലുണ്ടായിരുന്ന ലക്ഷ്മി പത്മ നിരന്തരം കോൺഗ്രസ് നേതാക്കളെ പഴിചാരുകയും രാഹുൽ മാങ്കൂട്ടം കേസിൽ അവൾക്കൊപ്പം എന്ന ടാഗ് ലൈനിൽ വീമ്പ് പറയുകയും ചെയ്തിട്ട് ബിഗ് ടിവിയിലെ വമ്പൻ ഓഫർ കണ്ട് കണ്ണുമഞ്ഞളിച്ചതിന് ശേഷം പിന്നാലെ അവളുമില്ല കോൺഗ്രസുകാരൊക്കെ പുകഴ്ത്തുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ തെളിവുകളും ശബ്ദരേഖകളും പുറത്തുവിടുകയും ചെയ്ത മാങ്കൂട്ടത്തെ കരിവാരി തേക്കാൻ മുന്നിലുണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനലിലെ മുൻനിര അവതാരകയാണിപ്പോൾ ബിഗ് ടിവിയിലേക്ക് പോകുന്നത്. കോൺഗ്രസിനെ മൊത്തം നിരന്തരം കുറ്റം പറയുന്ന ഒരു ചാനലിൽ നിന്നും കോൺഗ്രസ് അനുകൂല ചാനലിലേക്കുള്ള ഈ കൂടുമാറ്റം സൂചിപ്പിക്കുന്നത് ഒരു മാറ്റത്തിന്റെ കാറ്റാണ്. അതായത് CPIM-ൽ തെരഞ്ഞെടുപ്പോടെ തകരുമെന്നും അവർക്കായി വായിട്ടലച്ചിട്ട് കാര്യമില്ല എന്നും കോൺഗ്രസ് ആണ് ഇനി ഭരിക്കുന്നതും അവരെ രക്ഷയുള്ളതോ എന്ന തിരിച്ചറിവാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. ഇടതുപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന ചാനൽ എന്ന പ്രതിച്ഛായ റിപ്പോർട്ടറിന് പണ്ടേ ഉള്ളതാണ്. എന്നാൽ പ്രമുഖർ ഓരോരുത്തരായി വിട്ടുപോകുമ്പോൾ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ പ്രധാന പ്ലാറ്റ്ഫോമാണ് തകർന്നു വീഴുന്നത്. കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ ശക്തി പ്രാപിക്കുന്നത് വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ CPIM-നെ പ്രതിരോധത്തിലാക്കും. ഇതിൽ ആർക്കും തർക്കം വേണ്ട, സംശയം വേണ്ട.